ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് കേരളത്തിലേക്ക്, കൊച്ചിയിലേക്ക് എന്തിനാണെന്നല്ലേ? കേരളത്തിന്റെ തന്നെ ഓപ്പറേഷൻ തൂഫാന് സപ്പോർട്ട് നൽകാൻ തമിഴ്നാട് സർക്കാർ ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്ന് രാവിലെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തമിഴകത്തിന്റെ മുതലമച്ചറുമായിട്ട് മീറ്റിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഓപ്പറേഷൻ തൂഫാനെ പറ്റി, ഇൻഫർമേഷനെ പറ്റി, ഇന്റലിജൻസിനെ പറ്റി, സപ്പോർട്ടിനെ പറ്റി. അതുമായിട്ട് പൂർണ്ണമായിട്ടും വിജയ് മുഖ്യമന്ത്രി സപ്പോർട്ട് നൽകുന്നു എന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത്. ഞങ്ങൾ ഏതാണ്ട് അരമണിക്കൂറിൽ കൂടുതൽ ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചു. മുഖ്യമന്ത്രി എല്ലാത്തിനും സമ്മതം നൽകി തന്നിട്ടുണ്ട്. വളരെ അനുകൂലമായിട്ടാണ് സംസാരിച്ചത്. എല്ലാ രീതിയിലും സപ്പോർട്ട് നൽകുമെന്നാണ് ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് പറഞ്ഞെന്നാണ് ബഹുമാനപ്പെട്ട കേരള ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറയുന്നത്. അപ്പോൾ ആ മീറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് വേറെയും ഒരു കാര്യം പറയുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ആരാധകർക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ശിവനും ശക്തിയും സേന്ത മാസിടാ, എതിർത്ത് നിന്ന യവനും ദൂസിടാ. അതെ, കേരളത്തിന്റെ ഓപ്പറേഷൻ തൂഫാന്റെ ബ്രാൻഡ് അംബാസിഡർ ശ്രീ നമ്മുടെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായ ലാലേട്ടനാണ്. അപ്പോൾ ലാലേട്ടനും തളപതി വിജയും, അതായത് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയും ഒരുമിക്കുന്ന ഒരു വേള എത്താൻ പോവുകയാണ്. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് കേരളത്തില് കൊച്ചിയില് കേരള ഹോം ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ഒരു വലിയ പരിപാടി, ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉൾപ്പെടെ വരുന്ന ഹോം ഡിപ്പാർട്ട്മെന്റ് ഒരുക്കുന്ന ഒരു വലിയൊരു പരിപാടി, ലഹരി വിമുക്ത പരിപാടി. അതിലേക്ക് ബ്രാൻഡ് അംബാസിഡർ, ഓപ്പറേഷൻ തൂഫാന്റെ ബ്രാൻഡ് അംബാസിഡറായ ലാലേട്ടൻ എത്തുന്നു, മോഹൻലാൽ എത്തുന്നു. ഈ സപ്പോർട്ട് നൽകാൻ വേണ്ടിയിട്ട്, ഇതിന്റെ വ്യാപകരണം എല്ലാവരിലും എത്തിക്കാൻ വേണ്ടിയിട്ട് തമിഴ്നാടിന്റെ സർക്കാരിന്റെ സപ്പോർട്ടും കാണിക്കാൻ വേണ്ടിയിട്ട് തമിഴകത്തിന്റെ മുതലമച്ചാർ സി ജോസഫ് വിജയും എത്തുന്നു. അപ്പോ വിജയ് സാറിന്റെയും മോഹൻലാലിന്റെയും രണ്ടുപേരുടെയും ഒരു ഡേറ്റ്, ഫ്രീ ആവുന്ന ഒരു ഡേറ്റ് അനുസരിച്ചായിരിക്കും ഈ ഒരു പരിപാടി തീരുമാനിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും കൊച്ചിയിലാണ് ഈ പരിപാടി നടത്താനിരിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ കേരള ബ്രാൻഡ് അംബാസിഡർ കൂടെയാണ് മോഹൻലാൽ. അപ്പോൾ മോഹൻലാലും തളപതി വിജയും കൂടെ വരുമ്പോൾ, ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രിയും കൂടെ വരുമ്പോൾ ആ ഒരു പരിപാടി കൊഴുക്കുമെന്നതിൽ യാതൊരു സംശയം വേണ്ട. ജനസാഗരങ്ങൾ വരുമെന്നതിലും യാതൊരു സംശയം വേണ്ട. ടി.വി.കെ പാർട്ടിക്ക് മുന്നാട്ട് ഒരു നല്ലൊരു മുൻകരുതലും ഇവിടെ കിട്ടുമെന്നതിലും യാതൊരു സംശയവും വേണ്ട. ഈ വളരെ കുറച്ചു മുന്നേ വി.ഡി. സതീശൻ, ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ആ ഒരു സത്യപ്രതിജ്ഞയ്ക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് വരുമെന്നുള്ള സംസാരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അവസാനം ആ ഒരു സുരക്ഷ ഒരു കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയും അദ്ദേഹത്തിന്റെ ആ ഒരു തിരക്കുകൾ ചൂണ്ടിക്കാട്ടിയും അദ്ദേഹത്തിന് വരാൻ പറ്റാണ്ടായി. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അപ്പോൾ തിരുവനന്തപുരത്തും ആ ഒരു ഒരുപാട് ആരാധകരും ഒരുപാട് ആൾക്കാരും എവിടെന്നോ ബസ്സും വണ്ടിയും കയറുന്ന ആൾക്കാരൊക്കെ നിരാശരായി മടങ്ങേണ്ടി വന്നു. ബട്ട് കൊച്ചിയിൽ അത് നടക്കുമെന്ന് തന്നെയാണ് ഹോം ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. ബഹുമാനപ്പെട്ട കേരള ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറയുന്നത് തീർച്ചയായിട്ടും വിജയ് സാർ വരുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിജയ് സാറിനും മോഹൻലാൽ സാറിനും രണ്ടുപേർക്കും ഒരുമിച്ച് ഒരേ ദിവസത്തിൽ എപ്പോഴാണ് ഫ്രീ ആകുക അന്നൊരു ദിവസത്തിലേക്ക് ആ ഒരു പരിപാടി മാറ്റിവെക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. ഇരുവരും ജില്ലാ സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചവരാണ്. രണ്ട് വലിയ താരങ്ങൾ, ഒരു മുഖ്യമന്ത്രി, ഇപ്പൊ മലയാളത്തിന്റെ ഒരു വലിയ നടൻ, രണ്ടുപേരും ഈ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ വലിയൊരു ചർച്ച തന്നെയാകും, എല്ലാവരിലേക്കും എത്തും തന്നെയാണ് വിശ്വാസമൊന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർക്കുകയുണ്ടായി. പോരാതെ ചർച്ചയ്ക്കിടയിൽ രമേശ് ചെന്നിത്തല പറയുകയുണ്ടായി, ഞാനും തമിഴ്നാട് മുഖ്യമന്ത്രിയും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, ഞങ്ങളും ഇതിനെതിരെ ഇവിടെ ഒരു സംസാരം നടത്തിയിട്ടുണ്ടായിരുന്നു, നോ ഡ്രഗ്സ് എന്ന് പറഞ്ഞ്, സ്റ്റോപ്പ് ഡ്രഗ്സ് എന്ന് പറഞ്ഞ്, അതിനുവേണ്ടി ഒരു മാരത്തോൺ റണ്ണും ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു, ഇത് ചെയ്യാൻ ഞാൻ നിങ്ങളുടെ സപ്പോർട്ടുകൾ ഞാൻ വരുമെന്നും കൂടെയാണ് ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തലയോട് പറഞ്ഞത്. അപ്പൊ തീർച്ചയായിട്ടും അതൊരു തൂഫാൻ പരിപാടിയിൽ എന്നതിലുപരി ആ രണ്ട് താരങ്ങൾ, വലിയൊരു താരങ്ങളുടെ ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള ഒരു കൂട്ടിച്ചേരൽ, ആ ഒരു പോസ്റ്റർ വരും, ആ ഒരു സ്റ്റില്ല് വരും, അവർ തമ്മിലുള്ള സംസാരങ്ങൾ വരും, അവർ തമ്മിലുള്ള ആ കൂടിക്കാഴ്ച വരും. ആരാധകർക്ക് ഒരുപാട് സന്തോഷങ്ങൾ തരുന്ന നിമിഷങ്ങൾ തന്നെയാണ് കൊച്ചിയിലേക്ക് വരാൻ പോകുന്നത്. കൊച്ചിയിലുള്ളവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവിടെ എത്താനുള്ള സാധ്യതകളും ഉണ്ട്. മറ്റുള്ളവരിൽ നിന്ന് ട്രാവൽ ചെയ്തൊക്കെ വരണം. തീർച്ചയായിട്ടും ടി.വി.കെ സൈഡിൽ നിന്ന് ഒരു നല്ലൊരു സൈഡ് തന്നെ അവിടെ ഉണ്ടാവും, അതിനും യാതൊരു സംശയമൊന്നുമില്ല. കേരളത്തിൽ ടി.വി.കെ വളരാനുള്ള ഒരു മുന്നോടിയായിട്ടും ഇത് എന്തായാലും തീർച്ചയായിട്ടും വരും. അപ്പോൾ കൊച്ചിയിൽ ഡേറ്റ് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇവർ രണ്ടുപേരുടെ ഡേറ്റുകൾ അനുകൂലമാവുന്ന ഒരു ഡേറ്റിൽ കൊച്ചിയിലേക്ക് ഓപ്പറേഷൻ തുഫാന്റെ ഒരു വലിയൊരു പരിപാടി കേരളത്തിന്റെ തന്നെ ഹോം ഡിപ്പാർട്ട്മെന്റും ശ്രീ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ വകുപ്പിൽ വരുന്ന ആ ഒരു വലിയൊരു പരിപാടി തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയും
തൂഫാന്റെ ബ്രാൻഡ് അംബാസഡറായ മോഹൻലാലും ഒരുമിച്ച് വരുന്ന ഒരു വലിയ ഒരു ഹോം ഡിപ്പാർട്ട്മെന്റ് പരിപാടി ഒരുങ്ങുമെന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല വാക്ക് നൽകിയിരിക്കുന്നത്.